ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ഇന്നിവിടെ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെന്ന്. 3 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് വൺസ്, 5 ഓഫ് സോട്സ്, ഹീറോ ഫെൻഡ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, ചാരിയറ്റ്, ക്യൂൺ ഓഫ് സോട്സ്, ലവേഴ്സ്. ഇത്രയുമാണ് നമുക്കിവിടെ ഇന്ന് കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ആദ്യം കിട്ടിയത്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ കാണാൻ തുടങ്ങുകയാണെന്നുള്ളതാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻറ്റ് അത് യൂണിവേഴ്സ് അംഗീകരിക്കുവാനായിട്ട് പോകുന്നു. പുതിയ വ്യക്തികൾ, പുതിയ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോകുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികൾ, അതായത് കുറച്ച് പേർ നിങ്ങളുടെ വളർച്ചയെ കാണുമ്പോൾ അസൂയപ്പെടുവാനോ അല്ലെങ്കിൽ നിങ്ങളെ തെറ്റായി മനസ്സിലാക്കുവാനോ ഒക്കെ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലായിടത്തും തെളിവ് നൽകേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ. അത് നിങ്ങൾ അവർക്ക് മുന്നിൽ തെളിവ് നിരത്തി അവരോട് പറഞ്ഞ് മനസ്സിലാക്കുവാനൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സത്യസന്ധതയോടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ സംരക്ഷിക്കുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, ചില സാഹചര്യങ്ങൾ ചില സാഹചര്യങ്ങൾ നിങ്ങളെ നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാൻ പ്രേരിപ്പിക്കുമെന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓരോ ചലഞ്ചും നിങ്ങളെ കൂടുതൽ ആത്മവിശ്വാസമുള്ള വ്യക്തിയാക്കാനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, നമുക്കിവിടെ ഹീറോ ഫെൻഡ് കിട്ടിയിട്ടുണ്ട്. ഇത് പറഞ്ഞു തരുന്നത് ഇത് വളരെ ആഴമുള്ള ഒരു കാർഡാണ്. അതായത് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ആത്മീയമായ ബോധം വളരുന്നു എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ മുൻപ് നിങ്ങളെ നയിച്ച ആത്മീയ ഗൈഡ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും വിടവാങ്ങിപ്പോയ പ്രിയപ്പെട്ടവർ, അവരുടെ ഒരു ആത്മാവിൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നത് വിശ്വസിക്കൂ, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ തളർന്നു പോകരുതെന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, നമുക്കിവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടുന്നുണ്ട്. അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ നൽകിയ എല്ലാ നല്ല എനർജികളും ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചെത്തുവാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അത് സാമ്പത്തികമായോ അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ടായോ ഒരു ബാലൻസിങ് ഫ്ലോ വരുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കൊടുക്കൂ, അത് നിങ്ങൾക്ക് ഇരട്ടിയായി തിരിച്ചെത്തുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ദൈവത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വിജയത്തിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. ചാരിയറ്റ് വിജയത്തിൻ്റെ കാർഡാണ്. ഇത് പറഞ്ഞു തരുന്നത് നിങ്ങൾ നേരത്തെ എല്ലാ തടസ്സങ്ങൾക്കും ശേഷം നിങ്ങൾ വിജയത്തിലേക്ക് നീങ്ങുമെന്നാണ്. അതായത് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു തടസ്സങ്ങളെല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് ഈ ഒരു സമയത്ത് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇതിന് ശേഷം നിങ്ങൾ വിജയത്തിലേക്ക് നീങ്ങുമെന്നാണ് ഈ ഒരു ചാരിയറ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ മുൻപ് നിങ്ങൾ ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് ഒരുപാട് ചിന്തിച്ച് പ്രവർത്തിക്കാത്ത ഒരു വ്യക്തി ആയിരുന്നുവെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി എന്ന് കാണിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പക്വതയോട് കൂടി ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, ഒരു ക്ലിയർ ഡിസിഷൻ എടുക്കേണ്ട സമയമാണിതെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിങ്ങൾക്കുള്ള കരുത്തിപ്പോൾ നിങ്ങളുടെ തന്നെ നിയന്ത്രണത്തിലാണെന്നാണ് നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് ഇരിക്കുന്നതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കാണ് സ്ഥാനം വേണ്ടത്, ആരെയാണ് നിങ്ങൾ വിട്ടുകളയേണ്ടത് എന്നൊക്കെ ഒരു കാര്യത്തിൽ
ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വ്യക്തത ലഭിക്കുവാൻ പോകുന്നു എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ ആവശ്യമില്ലാത്ത ചില വ്യക്തികൾക്ക് സ്ഥാനം കൊടുത്തതായിട്ടും അതിലൂടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ട ഒരു വ്യക്തിയൊക്കെ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇനി നിങ്ങളത് തിരിച്ചറിയാൻ പോകുന്നു. ആരെ നിങ്ങൾക്കൊപ്പം നിർത്തണം, ആരെ നിങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നു എന്ന് നമുക്കിവിടെ ഈ ഒരു ക്യൂണോ സോഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇനി ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾ നിശബ്ദമായി ജയിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ലവേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളിൽ ചിലർക്ക് സോൾ കണക്ഷൻ ഉണ്ടായേക്കാം എന്നിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെയൊക്കെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പുതിയൊരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മറ്റു ചിലർക്ക് ഇത് സെൽഫ് ലവ് ആൻഡ് ബാലൻസ് ആണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മുൻപ് നിങ്ങൾ മറ്റുള്ള വ്യക്തികൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ ഇനി നിങ്ങൾ നിങ്ങൾക്ക് മാത്രം നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു എനർജിയിലേക്ക് നീങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മാവിനോട് ഈ ഒരു സമയത്ത് സത്യസന്ധമാകുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ അതായത് അത് തന്നെയാണ് ഏറ്റവും വലിയ സ്നേഹമായിട്ട് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിനോട് നീതി പുലർത്തുക. അതിലും വലുത് ഒന്നും തന്നെ ഇല്ല എന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ്സുകൾ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മുഴുവനായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ ജീവിതം ഈ ഒരു സമയത്ത് ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചില പരീക്ഷണങ്ങൾ ചില പരീക്ഷണങ്ങൾ വീണ്ടും നിങ്ങൾക്ക് വരുമെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും നിങ്ങളെ തളർത്തുവാനല്ല ആ ഒരു പരീക്ഷണം ദൈവം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങളെ നല്ല രീതിയിൽ വളർത്തുവാനും നിങ്ങളെ കൂടുതൽ ശക്തനാക്കി മാറ്റുവാനുമാണ് ചില പരീക്ഷണങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്കരികിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ പുറത്ത് വന്ന് നിങ്ങൾ നല്ലൊരു വിജയത്തിലേക്ക് പോകുമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഹൃദയം സത്യസന്ധവും അതുപോലെ തന്നെ അതായത് ഹൃദയം സത്യസന്ധവും തീരുമാനങ്ങൾ ബുദ്ധിപരവുമായിട്ട് ഇരിക്കണമെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്